السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على نبينا محمد وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂറത്തുൽ ഫാത്തിഹയിലെ ആദ്യത്തെ വചനമായ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതിനെ സംബന്ധിച്ചാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. സർവ്വലോകങ്ങളുടെയും റബ്ബായ അല്ലാഹുവിനാകുന്നു സർവ്വ സ്തുതിയും. വളരെ അർത്ഥവ്യാപ്തിയുള്ള ഒരു വചനമാണിത്. അതിലെ ഓരോ പദവും നാം പ്രത്യേകം പഠിക്കേണ്ടതുണ്ട്. ഇന്നിവിടെ നാം ചർച്ച ചെയ്യുന്നത് അൽഹംദുലില്ലാഹ് എന്ന പദം മാത്രമാണ്. ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ ഓരോ ദിവസവും പല തവണ ആവർത്തിച്ചാവർത്തിച്ച് ഉരുവിടുന്ന ഒരു പദമാണിത്. നമസ്കാരത്തിലും ശേഷമുള്ള അദ്കാറുകളിലും ദൈനംദിന ജീവിതത്തിലെ പല ഘട്ടങ്ങളിലും അത് സന്തോഷകരമാകട്ടെ പ്രയാസം നിറഞ്ഞതാവട്ടെ ഏതവസ്ഥയിലായിരുന്നാലും നിറഞ്ഞ മനസ്സോടെ പറയുന്ന ഒരു പദമാണ് അൽഹംദുലില്ലാഹ്. എന്താണ് ഇതിന്റെ അർത്ഥം? സർവ്വസ്തുതിയും അല്ലാഹുവിനാകുന്നു. ഇതൊരു നന്ദി പ്രകാശനമാണ്. ജീവിതത്തിൽ പലപ്പോഴും നാം പലർക്കും നന്ദി പറയാറുണ്ട്, പ്രകടിപ്പിക്കാറുണ്ട്. അതിന് ചില പദങ്ങളും പ്രയോഗങ്ങളുമുണ്ട്. അത്തരം പ്രകടനങ്ങൾക്ക് അറബി ഭാഷയിൽ ശുക്ർ, മദ്ഹ് എന്നൊക്കെയാണ് പറയാറുള്ളത്. മദ്ഹ് ഒരാളുടെ അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ നല്ല ഗുണങ്ങളെ വർണ്ണിക്കലാണ്. ഈ വർണ്ണനക്ക് സ്നേഹമോ ബഹുമാനമോ നിബന്ധനയല്ല. ഈ വർണ്ണനയിൽ അതുണ്ടായിക്കൊള്ളണമെന്നുമില്ല. ഒരാൾ ഒരു കഥയിലൂടെയോ കവിതയിലൂടെയോ ഒരു നേതാവിനെയോ ഏതെങ്കിലും ഒരു മഹാനെയോ ഒരു വ്യക്തിയെയോ മദ്ഹ് പറയുമ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്നത് അയാളിൽ നിന്നുള്ള നേട്ടമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിഫലമോ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്, അല്ലെങ്കിൽ അയാൾ ഭയന്നുകൊണ്ടുള്ളതായിരിക്കും. ഇതിൽ സ്നേഹവും ബഹുമാനവും ഇല്ല എന്നതാണ് വസ്തുത. അത് ഉണ്ടായിക്കൊള്ളണം എന്ന് നിബന്ധനയും അതിനില്ല. എന്നാൽ അള്ളാഹുവിനെ നാം സ്തുതിക്കുമ്പോൾ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി അൽ മഹബ്ബത്തു വത്തഅ്ലീം, സ്നേഹവും ബഹുമാനവും അതിന്റെ പൂർണ്ണതയെ അംഗീകരിക്കുന്നതോടുകൂടിയാണ് നാം അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത്. അള്ളാഹുവിനെ സ്തുതിക്കുമ്പോൾ അള്ളാഹുവിനോടുള്ള സ്നേഹവും ബഹുമാനവും അതിലുണ്ട്. അള്ളാഹുവിനെ മഹത്വപ്പെടുത്തലുണ്ട്. വിശുദ്ധ ഖുർആനിൽ 5 സൂറത്തുകൾ ആരംഭിക്കുന്നത് തന്നെ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഒന്ന് നാം പഠിക്കുന്ന സൂറത്തുൽ ഫാത്തിഹ ആരംഭിക്കുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോകങ്ങളുടെയും റബ്ബായ അള്ളാഹുവിനാകുന്നു സർവ്വസ്തുതിയും. അതുപോലെ തന്നെ മറ്റൊരു സൂറത്ത് വിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായം സൂറത്തുൽ അൻആം, അത് ആരംഭിക്കുന്നത് അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാതി വൽ അർള്, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ അള്ളാഹുവിന് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ തന്നെ 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫ്, അത് ആരംഭിക്കുന്നത് ഇപ്രകാരമാണ് അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്, തന്റെ അടിമക്ക് വേദഗ്രന്ഥം അവതരിപ്പിച്ചവനായ അള്ളാഹുവിന് സ്തുതി. അതുപോലെ 4-ാമത്തേത് 34-ാം അധ്യായം സൂറത്തു സബ, അത് ആരംഭിക്കുന്നത് അൽഹംദുലില്ലാഹില്ലദീ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശഭൂമികൾക്കിടയിലുള്ളതെല്ലാം ഉടമപ്പെടുത്തിയ അള്ളാഹുവിന് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ടാണ്. 5-ാമത്തേത് 35-ാം അധ്യായം സൂറത്തുൽ ഫാത്തിർ, അത് ആരംഭിക്കുന്നത് അൽഹംദുലില്ലാഹി ഫാത്തിരിസ് സമാവാതി വൽ അർദ് ജാഇലിൽ മലായികതി റുസുല, ശുദ്ധ ശൂന്യതയിൽ നിന്ന് ആകാശഭൂമികളെ സൃഷ്ടിക്കുകയും മലക്കുകളിൽ നിന്ന് ദൂതന്മാരെ നിയോഗിക്കുകയും ചെയ്തവൻ സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഹംദിന്റെ മഹത്വം മേൽപ്പറഞ്ഞ ആയത്തുകൾ നാം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അശൈഖ് ഇബ്നുൽ ഉസൈമീൻ റഹിമഹുല്ലാ അൽഹംദു എന്നതിനെ വിശദീകരിക്കുന്നത് ഇപ്രകാരമാണ്: അൽഹംദു ഹുവ വസ്ഫുൽ മഹ്മൂദി ബിൽ കമാലി മഅൽ മഹബ്ബത്തി വത്തഅലീം, അൽ കമാലി ദാതിയി വസിഫാതിയി വൽ ഫിഅലി. അൽഹംദു എന്നാൽ പൂർണ്ണമായ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി അള്ളാഹുവിനെ വിശേഷിപ്പിക്കലാണ്, അള്ളാഹുവിനെ സ്തുതിക്കലാണ്. അവന്റെ ദാത്തിലും സിഫാത്തിലും പ്രവൃത്തിയിലും അവൻ പരിപൂർണനാണ്. അഥവാ അവന്റെ സത്തയിലും അവന്റെ വിശേഷണങ്ങളിലും അവന്റെ പ്രവർത്തനങ്ങളിലും അള്ളാഹു പൂർണ്ണനാകുന്നു. ആ പൂർണ്ണനായ അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു എന്നാണ് അതിന്റെ താല്പര്യം. മാത്രമല്ല അൽഹംദു എന്നതിലെ അൽ എന്ന അവ്യയം അതിനെ പൂർണ്ണമാക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത്. അതായത് സകല സ്തുതികളും അള്ളാഹുവിന് മാത്രമാണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റാർക്കും ആ സ്തുതിയിൽ ഒരു കാലത്തും ഒരു പങ്കുമില്ല എന്നാണ് അതിന്റെ താല്പര്യം.
എപ്പോഴാണ് നാം അള്ളാഹുവിനെ സ്തുതിക്കേണ്ടത്? വിശുദ്ധ ഖുർആൻ നമുക്ക് ലഭിച്ചതിനുള്ള സ്തുതിയാണ് സൂറത്തുൽ ഫാത്തിഹയിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ട് നാം തുടങ്ങുന്നത്. ഒരു അനുഗ്രഹം കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു ഉപകാരം ലഭിച്ചാൽ മാത്രമല്ല നാം അള്ളാഹുവിനെ സ്തുതിക്കേണ്ടത്. പലരും പലപ്പോഴും അള്ളാഹുവിനെ സ്തുതിക്കാറുള്ളത് ആ അർത്ഥത്തിലാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടി, അപ്പോൾ നാം പറയും അൽഹംദുലില്ലാഹ്, സർവ്വസ്തുതിയും അള്ളാഹുവിനാണ്. അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ചു, അപ്പോൾ പറയും അൽഹംദുലില്ലാഹ്. അതല്ലെങ്കിൽ നമുക്കൊരു പുതിയ വസ്ത്രം കിട്ടി, അത് പുതിയ വസ്ത്രം ധരിക്കുകയാണ്, അപ്പോഴും നമ്മൾ അൽഹംദുലില്ലാഹ് പറയാറുണ്ട്. ഉറക്കിൽ നിന്ന് ഉണരുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. തുമ്മിയാൽ നാം പറയും അൽഹംദുലില്ലാഹ്. എന്നാൽ ഇവിടെ മാത്രമല്ല, എല്ലാ സന്ദർഭങ്ങളും ഒരു പ്രയാസം വന്നാൽ, നമ്മുടെ കുടുംബത്തിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെട്ടു എന്നറിഞ്ഞാൽ, അതല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സുകളിൽ നഷ്ടമുണ്ടായാൽ, അല്ലെങ്കിൽ ഒരു അപകടം സംഭവിച്ചാൽ, ഏത് സമയത്തിലും ഓരോ വിശ്വാസിയും പറയേണ്ടതാണ് അൽഹംദുലില്ലാഹ്. സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ മരണമുണ്ടാവുക, നഷ്ടങ്ങളുണ്ടാകുക, പ്രയാസങ്ങൾ ഉണ്ടാവുക ഒക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും ശാപവാക്കുകളാണ് നാവിൽ നിന്നും ഉണ്ടാകാറുള്ളത്. പലരും അങ്ങനെയാണ്. എന്നാൽ എല്ലാ അവസരത്തിലും അള്ളാഹുവിനെ സ്തുതിക്കണം എന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ ഓരോ ആഗ്രഹം, നമ്മുടെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രവർത്തനം പൂർത്തിയായി, അപ്പോൾ നാം പറയേണ്ടത് അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തതിമ്മുസ് സ്വാലിഹാത്ത്. സൽക്കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ സഹായിച്ച അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. ഇങ്ങനെ ഏത് സന്ദർഭത്തിലും നമ്മൾ പറയേണ്ടതാണ് അൽഹംദുലില്ലാഹ് എന്നുള്ളത്. അശൈഖ് ഇബ്നുൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ വിശദീകരിച്ചു. അൽഹംദുലില്ലാഹി മുത്ലഖൻ ഫീ കുല്ലി വഖ്തിൻ വഹീൻ. അൽഹംദുലില്ലാഹ് എന്നത് ഏത് സമയത്തും ഏത് കാലത്തും നിരുപാധികം, അതായത് യാതൊരു ഉപാധികളുമില്ലാതെ പറയേണ്ടതാണ് അൽഹംദുലില്ലാഹ്. മുത്ലഖായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടിയാൽ അൽഹംദുലില്ലാഹ്, ഒരു ഗിഫ്റ്റ് കിട്ടിയാൽ അൽഹംദുലില്ലാഹ്, അതല്ലെങ്കിൽ എന്റെ ഒരു ആഗ്രഹം പൂർത്തീകരിച്ചു തന്നാൽ അൽഹംദുലില്ലാഹ്. ഇങ്ങനെയല്ല അൽഹംദുലില്ലാഹ് പറയേണ്ടത്. അപ്പോഴൊക്കെയും പറയേണ്ടതാണ്. ഇങ്ങനെ ഒരു ഉപാധി വെച്ചുകൊണ്ടാവരുത് എന്നർത്ഥം. നന്മയാവട്ടെ തിന്മയാവട്ടെ, ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവിക്കുന്ന ഏത് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഫിത്തനകളും എല്ലാം ഉണ്ടാകുന്ന സമയത്ത് ഓരോ വിശ്വാസിയും അവന്റെ നാവിൽ നിന്ന് മനസ്സറിഞ്ഞ് പൂർണ്ണ മനസ്സോടുകൂടി എന്റെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും ഓരോ ഐശ്വര്യങ്ങളും ഓരോ ഗുണങ്ങളും ഓരോ ദോഷങ്ങളും ഓരോ നന്മയും എല്ലാം ഓരോ തിന്മയും എല്ലാം അള്ളാഹുവിൽ നിന്നാകുന്നു. അവനാകുന്നു സർവസ്തുതിയും. ഈ അർത്ഥത്തിലാണ് നാം അള്ളാഹുവിനെ സ്തുതി പറയേണ്ടത്. ഇങ്ങനെ നാം അള്ളാഹുവിനെ സ്തുതിക്കുന്നത് കൊണ്ടുള്ള ഉപകാരം എന്താണ്, ഗുണമെന്താണ്? ഒന്ന്, റബ്ബും നമ്മളുമായുള്ള ഒരു ബന്ധത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഏത് സന്ദർഭത്തിലും അള്ളാഹുവിനെ സ്മരിക്കാനുള്ള, അള്ളാഹുവിനെ ഓർമ്മിക്കാനുള്ള അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടാണ്, അള്ളാഹുവിന്റെ കഴിവ് കൊണ്ടാണ്, അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടാണ് ഞാനിവിടെ നിലകൊള്ളുന്നത് എന്ന് സ്വന്തം മനസ്സിനെ ബോധ്യപ്പെടുത്തുകയാണ് നാം ഇതിലൂടെ ചെയ്യുന്നത്. മറ്റൊന്ന്, അത് നമ്മുടെ തുലാസുകൾക്ക് ഘനം കൂട്ടുന്നതാണ്. നാളെ പരലോകത്ത് നമുക്ക് ഏറെ ഉപകാരപ്പെടുന്നതാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് വളരെ പ്രസിദ്ധമാണ്. അൻ അബീ മാലിക് അശ്അരി റളിയല്ലാഹു അൻഹു ഖാല അത്തുഹൂറു ശത്റുൽ ഈമാൻ വൽഹംദുലില്ലാഹ് തംലഉൽ മീസാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അത്തുഹൂറു ശത്റുൽ ഈമാൻ, ശുദ്ധി അത് ഈമാനിന്റെ ഭാഗമാണ്. എന്നാൽ വൽഹംദുലില്ലാഹ് തംലഉൽ മീസാൻ, അൽഹംദുലില്ലാഹ് എന്നുള്ളത് തുലാസുകളെ നിറക്കുന്നതാണ്. അത്രമാത്രം അത് ഉപകാരപ്പെടുമെന്നർത്ഥം. അതുപോലെ തന്നെ അബൂ ഹുറൈറയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണുവാൻ സാധിക്കും. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ സകീലത്താനി ഫിൽ മീസാൻ ഹബീബത്താനി ഇലർ റഹ്മാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. വളരെ പ്രസിദ്ധമായ ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ട് വചനങ്ങൾ, കലിമത്താനി ഖഫീഫത്താനി, ലഘുവായ രണ്ട് പദങ്ങൾ, അലൽ ലിസാൻ, നാവിന് പറയാൻ വളരെ സുഖമുള്ള വളരെ എളുപ്പമുള്ള രണ്ട് പദങ്ങൾ. എന്നാൽ ആ രണ്ട് പദങ്ങളാവട്ടെ സകീലത്താനി ഫിൽ മീസാൻ, തുലാസിൽ അത് വളരെ ഘനം തൂങ്ങുന്നതാണ് എന്ന് മാത്രമല്ല ഹബീബത്താനി ഇലർ റഹ്മാൻ, അള്ളാഹുവിന് റഹ്മാനായ റബ്ബിന് അത് അങ്ങേ അറ്റം ഇഷ്ടകരമായ രണ്ട് പദങ്ങളാണ്. ഏതാണ് ആ രണ്ട് പദങ്ങൾ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം.
സുബ്ഹാനല്ലാഹി വബിഹംദിഹി, ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം ഞാൻ അള്ളാഹുവിനെ പരിശുദ്ധിപ്പെടുത്തുന്നു. മഹാനായ അള്ളാഹു എത്ര പരിശുദ്ധൻ. ഇതിൽ അള്ളാഹുവിന് സ്തുതിയുണ്ട്. ആ സ്തുതി നമുക്ക് തുലാസിൽ ഏറെ കനം തൂങ്ങുന്നതാണെന്ന് അർത്ഥം. അതുകൊണ്ട് സഹോദരന്മാരെ, ഇത്രയും കാര്യങ്ങൾ അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വളരെ വിശദീകരിച്ച് പറയേണ്ട 2 പദങ്ങളാണ്. അത് നമ്മുടെ ജീവിതത്തിൽ അൽഹംദുലില്ലാ എന്ന് പറയാൻ കിട്ടുന്ന ഒരവസരവും നമ്മൾ പാഴാക്കാതെ നിറഞ്ഞ മനസ്സോടെ പൂർണ്ണ സംതൃപ്തിയോടുകൂടി ഇഹത്തിലും പരത്തിലും അത് നമുക്ക് പ്രയോജനം ചെയ്യണം എന്ന അങ്ങേയറ്റത്തെ ആഗ്രഹത്തോടുകൂടി നാം പറയാൻ ശ്രമിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.